ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന പരികർമ്മി പോറ്റി എന്ന് പറയുമ്പോൾ ആളുകൾ വിചാരിക്കുക അദ്ദേഹം അവിടുത്തെ പോറ്റിയാണെന്നല്ല, പരികർമ്മിയായിട്ടുള്ള പാചകപ്പുരയിലും പായസം വയ്ക്കുന്നിടത്തുമൊക്കെ മാത്രം കയറാൻ കഴിയുന്ന ഒരാൾ. എന്തൊരു കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ഒരു പ്രാവശ്യം ഇയാളെ ശബരിമല എന്ന് പറഞ്ഞു വിട്ടു എന്നാണ് പറയുന്നത്. ഇയാളെ ബേസിക് ക്യാരക്ടർ തന്നെ ഷെഡി ക്യാരക്ടർ എന്നാണ് പറയുന്നത്. നാട് വിട്ടുപോയി, ബാംഗ്ലൂർ പോയി വേറെ എന്തൊക്കെയോ ജോലി ചെയ്തു, അത് കഴിഞ്ഞ് ശബരിമല വരുന്നു. ശബരിമലയിൽ തന്നെ കുറേ ഷെഡി പരിപാടികളൊക്കെ നടത്തിയതുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞ് ഇറക്കി വിടുന്നു. പിന്നെ പോയതിന് ശേഷം സ്പോൺസറിങ് പരിപാടി ആരംഭിച്ചു. അതിലാണ് പുള്ളി പിന്നെ വിജയിച്ചത്. 2 ഇലക്ഷൻ വരാൻ പോവുകയാണ്. സ്വാഭാവികമായിട്ട് ശബരിമല എന്ന് പറയുന്നത് ഒരിക്കൽ കൈവച്ച് പൊള്ളിയ വിഷയമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വീണ്ടും കൈ പൊള്ളാതിരിക്കാൻ വേണ്ടി കൃത്യമായ ഒരു അന്വേഷണം നടക്കട്ടെ എന്ന് ഗവൺമെൻറ് വിചാരിച്ചേക്കാം, അല്ലെങ്കിൽ കൈ പൊള്ളും ഗവൺമെൻറ്. അയ്യപ്പൻ്റെ വിഷയമായതോ ഇദ്ദേഹം സ്മാർട്ട് ക്രിയേഷൻസ് തന്നെ 2 എണ്ണം ഉണ്ടെന്ന് പറയുന്നു. അവിടെ സ്മാർട്ട് ക്രിയേഷൻ വേറെ എണ്ണം ഉണ്ട് പറയുന്നത്. അപ്പോൾ ഒരു കമ്പനിയാണ്, ആ കമ്പനിയെ കൊണ്ടുപോകുന്നു, സ്മാർട്ട് ക്രിയേഷനിൽ കൊണ്ട് അവർ പറ്റൂല എന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ ബിനാമിയായിട്ടുള്ള അല്ലെങ്കിൽ സിസ്റ്റർ കൺസേൺ ആയിട്ടുള്ള വേറെ സ്ഥലത്ത് അയക്കുന്നു. 30-40 ദിവസം ഇത് സ്വർണം കാണാതാകുന്നു. 40 ദിവസം ഇത് കൊണ്ടു നടക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ജയറാമിനെ വിട്ടു വയ്ക്കുന്നു, മൂവാറ്റുപുഴ മുതലാളിയെ വിട്ടു വയ്ക്കുന്നു, പല സ്ഥലങ്ങളിൽ കൊണ്ടുവയ്ക്കുന്നു. എന്തായാലും വളരെ ഗുരുതരമായ കാര്യമാണെന്ന് മാത്രമല്ല, ഇത് പങ്കുവയ്ക്കുന്നതിൽ എടുക്കുന്നതിൽ ഇയാൾക്ക് മാത്രമല്ല പങ്ക്. രാത്രി മോഷ്ടിച്ചുകൊണ്ട് പോയെങ്കിൽ ശരി, അതും ക്യാമറയൊക്കെ ഉള്ള സ്ഥലത്ത് പറ്റത്തില്ല. എന്നാലും മോഷ്ടിച്ചുകൊണ്ട് പോയെങ്കിൽ നമുക്ക് അത് പറയാം. ഒരു ഓഫ് സീസണിൽ പോയി ഒരു ദിവസം മോഷ്ടിച്ചുകൊണ്ട് പോയി. ഇതങ്ങനെയല്ല. ഇത് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, ദേവസ്വം കമ്മീഷണർമാർ, തിരുവാഭരണ കമ്മീഷണർ, പിന്നെ വിവിധ തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ഇതിൻ്റെ പങ്ക് പറ്റിയിരിക്കുന്നു. ഇനി ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ പറ്റിയിട്ടുണ്ടോ? ബാക്കി പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽ ആരൊക്കെ ഇത് പറ്റിയിട്ടുണ്ട്? സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന ആരെങ്കിലും ഇത് പറ്റിയിട്ടുണ്ടോ? ശബരിമലത്തെ പൊന്നായതുകൊണ്ട് 2 രീതിയിൽ കൈപ്പറ്റും. ഒന്നെന്താണ്? ഫ്രീ ആയിട്ട് കിട്ടണേ. 2 വേറെ ചിന്തയുണ്ട്. ശബരിമലത്തെ അല്ലേ, അത് വീട്ടിൽ കൊണ്ടുവച്ചാൽ എന്ത് കിട്ടും? പുണ്യം കിട്ടിയാലോ? ഇതല്ല, ഈ പാളി അടിച്ചുകൊണ്ട് പോകണം. അല്ലാതെ ചില മോഷണങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. ധനലക്ഷ്മി ബാങ്കിലേക്ക് 2 തരം അക്കൗണ്ട് ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് അവരുടെ ഒഫീഷ്യൽ അക്കൗണ്ട്, രണ്ടാമത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് പേഴ്സണലുകൾക്ക് അക്കൗണ്ട് ഉണ്ട്. ശബരിമലയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഓഫീസർമാരും നേതാക്കൾക്കും ആർക്കൊക്കെ ധനലക്ഷ്മി ബാങ്കിൽ 2ാമത്തെ അക്കൗണ്ട് ഉണ്ടെന്ന് അടിയന്തരമായി പരിശോധിക്കണം. അവിടെ ഇരിക്കുന്ന ദേവസ്വം കമ്മീഷണർ ആവട്ടെ, അല്ലെങ്കിൽ സെക്രട്ടറി ആവട്ടെ, ദേവസ്വം പ്രസിഡന്റുമാരാവട്ടെ, ഇവരെല്ലാം പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ്. പൊളിറ്റിക്കൽ, അത് UDF ആയാലും LDF ആയാലും. ഇപ്പോൾ പത്മകുമാറിനെതിരെ വന്നാൽ രാഷ്ട്രീയ പാർട്ടി അവരെ പ്രതിരോധിക്കും, പ്രശാന്തിനെതിരെ വന്നാൽ പ്രതിരോധിക്കും, വാസുവിനെതിരെ വന്നാൽ പ്രതിരോധിക്കും. അപ്പോൾ ഇതൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം പരിഹരിക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ്. പൊളിറ്റിക്കൽ പാർട്ടീസ് കൈവിടുമോ സ്വതന്ത്രമായി? ആ ഒരു ചോദ്യം കൂടി ഇവിടെ വളരെ ഗൗരവമായി നമ്മൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടതാണ്.